ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മന്തി റെസിപ്പി ആയിട്ടാണ്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ മന്തി റെസിപ്പിയാണ്. നമ്മളതിലേക്ക് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റിൽ ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് ലൂസായിട്ടുള്ള റൈസാണ് കേട്ടോ. നമ്മൾ ഷോപ്പിൽ നിന്ന് മന്തി റൈസ് എന്ന് പറഞ്ഞാൽ കിട്ടും ലൂസായിട്ടുള്ളത്. അത് 1 kg ആണ് എടുത്തിട്ടുള്ളത്. 1 kg റൈസിൻ്റെ അളവിലാണ് ഞാൻ റെഡിയാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സെല്ലാ റൈസോ ബസ്മതി റൈസോ എടുക്കാം. അപ്പോൾ റൈസ് ആദ്യം ഒന്ന് സോക്ക് ചെയ്ത് വെക്കണേ. കഴുകുന്നതിന് മുന്നേ ഒരു 1/4 മണിക്കൂറെങ്കിലും സോക്ക് ചെയ്ത് വെച്ചാൽ നല്ലത്. കുറച്ച് മുന്നേ വെച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ ഇത് വേണ്ടിയിട്ട് ചിക്കൻ പീസസ് ഒരു 10 പീസ് ചിക്കൻ പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വാങ്ങിക്കുന്ന സമയത്ത് മന്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കും. നല്ല പീസായിട്ട് വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കും. അപ്പോൾ 2 കിലോൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട്. അപ്പോൾ ചിക്കൻ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കുത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കിതിന് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ നോക്കാം. കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പിന്നെ കുറച്ച് ഗരം മസാല, പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചെറിയ ജീരകമാണ് കേട്ടോ. ചെറിയ ജീരകം പൊടിച്ചത് നന്നായിട്ട് പൊടിക്കേണ്ട, ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. അതാണ് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. അതാകുമ്പോൾ നമുക്ക് നല്ല എന്താ പറയുക, നല്ല ഫ്ലേവർ നമ്മുടെ ഈ ഒരു മന്തിയിലേക്ക് കിട്ടും. ഇനി ഞാൻ ഒരു 1.5 ചിക്കൻ മാഗി ക്യൂബാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ സ്റ്റോക്ക് 1.5 ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് 2 ഇടണമെങ്കിൽ 2 ഇടാം. 2 മാഗി ക്യൂബ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളിതിലേക്ക് ഒട്ടും ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1.5 ഇട്ടതുകൊണ്ട് ഒരു ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണിൻ്റെ അടുത്ത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു പിടി മല്ലിയിലയാണ്, കൂടുതലായി പോകരുത്. മല്ലിയില ഇതൊന്നും ആരും അങ്ങനെ മന്തിയിൽ ചേർക്കില്ല. നമ്മളിപ്പോൾ നാട്ടിൽ നിന്ന് മാത്രം ചെയ്യുമ്പോഴാണ് ചേർക്കുന്നത്. പിന്നെ കുറച്ച് ഇതാണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്, കുറച്ച് ക്യാപ്സിക്കം. ഇതെൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ് കേട്ടോ. ക്യാപ്സിക്കം ആഡ് ചെയ്താൽ നല്ല ടേസ്റ്റാണെന്ന്. ടേസ്റ്റിൽ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ നമുക്ക് ചിക്കനിൽ നന്നായിട്ട് നീര് കിട്ടുന്നുണ്ട് ഈ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ ഈ ചിക്കൻ കുക്കാവുന്ന സമയത്ത്. പിന്നെ അതിലേക്ക് കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഓയിലിപ്പോൾ 3/4 കപ്പ് വേണ്ട, ഒരു 1/2 കപ്പും കുറച്ച് 1-2 ടീസ്പൂൺ കൂടുതൽ, ടേബിൾ സ്പൂൺ കൂടുതൽ, 3/4 കപ്പിൻ്റെ അടുത്താണ്. അപ്പോൾ എനിക്കിങ്ങനെ ഒഴിക്കുമ്പോൾ മനസ്സിലാവും ഇത്ര ആവും എന്നുള്ളത്. എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ഇതിൽ മനസ്സിലാവും. പിന്നെ റെഡ് ഫുഡ് കളർ നിങ്ങൾ ആഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിന് പകരം കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ വീഡിയോക്ക് നല്ലൊരു കാണുമ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കാരണം ഈ മസാലയിൽ ഇത് മാത്രമേ നമ്മൾ ആഡ് ചെയ്തൊന്നുള്ളൂ, അല്ലാണ്ട് എന്തെങ്കിലും ഉള്ളിയോ ജിഞ്ചർ ഗാർലിക്കോ അങ്ങനെ ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഈ ഒരു മസാല തന്നെയല്ലേ നമ്മൾ ഈ മന്തിക്ക്. അപ്പോൾ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. എല്ലാ ഭാഗത്തും മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ. അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഒരു ടെക്സ്ചറും ഫ്ലേവറൊക്കെ വരുള്ളൂ. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ആ കുഴിമന്തിയുടെ ആ ഒരു ടെക്സ്ചറൊക്കെ കിട്ടും. അപ്പോൾ നന്നായിട്ട് കമ്പൈൻ ചെയ്ത് കൊടുക്കണേ. ഇനി ഇതൊരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്തെടുക്കും. കുറഞ്ഞത് ഒരു 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് വെക്കണം. 2-3 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ. പക്ഷെ നമുക്ക് സമയം ഉണ്ടെങ്കിൽ കുറേ നേരം വെക്കാം. ആ സമയത്ത് നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു വലിയ ചെമ്പ് പോലത്തെ പാത്രം ഉണ്ടാവില്ല, അതിലാണ് വെള്ളം തിളപ്പിച്ചൊഴിച്ചത്. തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിക്കാത്തത് ഞാൻ റൈസിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചിക്കനിൽ ആഡ് ചെയ്ത് കൊടുക്കാണ്ടിരുന്നത്. ചിക്കനിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ റൈസിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ കുറച്ച് പട്ടയും ഗ്രാമ്പും ഏലക്കായും കൂടി ഒരു ഇത്തിരി. കറക്റ്റ് മെഷർമെൻറ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ ഒന്ന് കറക്റ്റോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ റൈസ് കുറച്ച് കുക്കാവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. കുറച്ച് നല്ല വേവുള്ള അരിയാണ് കേട്ടോ. അപ്പോൾ സെല്ലാ റൈസൊക്കെ ആകുമ്പോൾ സെല്ലാ റൈസും വേവുള്ള അരിയാണ്. ബസ്മതി റൈസ് തന്നെ ആണെങ്കിൽ അത്ര വേവണ്ട. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് കുക്കായി വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ കുക്കാവണം ഈ റൈസ് കേട്ടോ. അപ്പോൾ റൈസ് ഞാൻ ഊറ്റാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ചിക്കൻ റെഡിയാക്കി എടുക്കാം. ചിക്കന് നമ്മൾ അടുപ്പിൽ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വെക്കണേ. ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ ചിക്കന് നന്നായിട്ട് തന്നെ നേരെ ഫ്രൈ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ കണ്ടില്ലേ, ഞാൻ പറഞ്ഞ പോലെ ഈ ക്യാപ്സിക്കം ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് നന്നായിട്ട് റൈസിൽ നിന്ന് വെള്ളം ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മളിനി ആ റൈസിലേക്ക് പിന്നെ ഇട്ട് കൊടുക്കും. അപ്പോൾ നല്ല ഫ്ലേവറിൽ നമുക്ക് കിട്ടും. ഇനി എല്ലാം നന്നായിട്ട് ഇതുപോലെ
തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗവും നന്നായിട്ട് കുക്കാവണമല്ലോ ചിക്കന്. അപ്പോൾ നന്നായിട്ട് കുക്കാവണ്ടെന്നൊക്കെ പറയും, പക്ഷേ ചിക്കനും നന്നായിട്ട് കുക്കാവണം. അധികം ഉടഞ്ഞു പോകണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഒരു മീഡിയം കുക്കായിട്ട് കിട്ടണം, അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. കൂടുതൽ വേവാണ്ട്. അപ്പോൾ ഇനി ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഒരു ഭാഗത്തും ഇനി രണ്ട് ഭാഗത്തും ഇപ്പോൾ ഒന്നും കൂടി 2 പ്രാവശ്യം ഒരു 10-20 മിനിറ്റെങ്കിലും ചിക്കൻ കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. കറക്റ്റ് ആ ഒരു ടെക്സ്ചർ കിട്ടണമെങ്കിൽ. ഇനി നമുക്ക് ഇതിൽ നിന്ന് വന്നിട്ടുള്ള ഈ ഒരു നീരുണ്ടല്ലോ, അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അത് നമുക്ക് റൈസിൽ വേണം എല്ലാം കൂരി മാറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ കൂടുതൽ അങ്ങനെ ഓയിലൊന്നുമില്ല, ഓയിലും ഇതൊക്കെ മിക്സ് ആയതുകൊണ്ട് അങ്ങനെ ഓയിലായിട്ട് നമുക്ക് വേറെ തന്നെ കിട്ടില്ല. ഇങ്ങനെ നമുക്ക് ഈ ഒരു നീരാണ് കിട്ടുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ അടുപ്പിൽ നിന്ന് മാറ്റിയിട്ടാണ് റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. റൈസ് ഇങ്ങനെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 3 ലെയറായിട്ട് റൈസ് ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ചെറിയൊരു ചൂടോട് കൂടിയിട്ട് തന്നെ റൈസ് ഇട്ട് കൊടുക്കണം. അപ്പോഴേ നമുക്ക് എന്താ പറയുക, ദമ്മിടുന്ന സമയത്ത് എന്താ പറയുക നല്ല കറക്റ്റുള്ള ആ ഒരു പെർഫെക്ഷനിൽ കിട്ടുള്ളൂ. റൈസ് നന്നായിട്ട് ആറിയതിന് ശേഷം നമ്മൾ ഇങ്ങനെ ദമ്മിടരുത്. അപ്പോൾ ആ ഒരു കുറേ നേരം നമ്മൾ ദമ്മിടാൻ വേണ്ടി വെക്കേണ്ടി വരും. ഇനി അതിൻ്റെ മേലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നീരുണ്ടല്ലോ, അതിങ്ങനെ മേലെ വെച്ച് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ, കൂടുതൽ കളറായി കഴിഞ്ഞാൽ ഇടങ്ങാറാണ്. അതുകൊണ്ട് ആ ഒരു ഇത് മാത്രമേ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം ചോറിങ്ങനെ ഇട്ട് കൊടുക്കുക. നിങ്ങൾ ഈ മന്തി റൈസിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് ചെറിയ ജീരകം പൊടിച്ചത് മസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോഴേ നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് മന്തി കിട്ടുള്ളൂ കേട്ടോ. അത് സ്കിപ്പ് ചെയ്യരുതേ. ചെറിയ ജീരകം പൊടിച്ചതാണ്, വലിയതല്ല കേട്ടോ, നോട്ട് ചെയ്യണേ. ഇനി അതിൻ്റെ മേലെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കൻ്റെ ക്യൂബ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. ചിക്കൻ സ്റ്റോക്ക്, ക്യൂബല്ല, സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ, അത് മേലെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു പ്രാവശ്യം കൂടി ചോറിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 3 ലെയറായിട്ടാണ് ചോറിട്ട് കൊടുത്തിട്ടുള്ളത്. എല്ലാം കൂടി ഒരു പാത്രത്തിൽ തന്നെ ആക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി ഒന്നിച്ചിട്ട് കൊടുത്തത് കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ മേലെ കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ പച്ചമുളകിൻ്റെ ഫ്ലേവറും കൂടി നമ്മളെ റൈസിലേക്ക് വരും. അതൊന്നും സ്കിപ്പ് ചെയ്യേണ്ട, അതൊക്കെ എന്തായാലും വേണം. എല്ലാവരും റെഡിയാക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, അപ്പോഴേ നമുക്ക് കറക്റ്റ് ആ ഒരു മന്തിയുടെ രസം കിട്ടുള്ളൂ. ഇനി കുറച്ച് ചാർക്കോൾ കത്തിച്ചിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു പാത്രത്തിൽ, ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ കത്തിച്ചിട്ട് ഇതാ ഈ റൈസിൻ്റെ നടുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ദമ്മ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ദം ചെയ്തെടുക്കണം കേട്ടോ. അതുപോലെ ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യേണ്ട, ചാർക്കോൾ വെച്ചിട്ട് സ്മോക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ കുഴിമന്തി ഉണ്ടാക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും. കുഴിയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു പുകയുടെ ഫ്ലേവർ നമ്മൾ റൈസിൽ വരുമ്പോൾ നല്ല ടേസ്റ്റാണ്. പെർഫെക്റ്റ് ആയിട്ടുള്ള കുഴിമന്തീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ അതുപോലെ നോക്കിയിട്ട് നിങ്ങൾ ചെയ്യണം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഞാൻ ദമ്മിട്ടിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ആയതുകൊണ്ട് ഞാൻ ദമ്മ് 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ പൊളിക്കുന്നുണ്ട് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ദമ്മ് ഇടാൻ, അത് ഞാൻ വിട്ടുപോയി പറയാൻ. അപ്പോൾ നമ്മുടെ റൈസ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ചിക്കനും റൈസും സെപ്പറേറ്റ് ആക്കി എടുക്കണം. എന്നിട്ട് അടിയിലുള്ള മസാലയിൽ റൈസ് മാത്രം ഇട്ടിട്ട് കുറേ നേരം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴേ നമുക്ക് നല്ല ഫ്ലേവർ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം ചിക്കൻ അതിൽ നിന്ന് മാറ്റിയിട്ട് റൈസ് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. എന്നിട്ട് മേലെ ഇങ്ങനെ ചിക്കൻ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡി ആയിട്ടുണ്ട്. സൈഡ് ഡിഷായിട്ട് തക്കാളി ചട്നിയും മയോണൈസും റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യാനും മറക്കരുത്.